കേരളത്തിലുള്ള കമ്മ്യൂണിറ്റികളൊന്നും ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ പോയി മുണ്ടുപൊക്കാനോ, കൈയടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒന്നും പോകുന്നില്ല. ഹായ് ഗേസ്, ഞാൻ അഗ്നിപരീക്ഷ എപ്പിസോഡ് 3യെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതിൽ അഭിരാം എന്ന് പറഞ്ഞ കണ്ടസ്റ്റിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ പല കാര്യങ്ങളാണ് അതിൽ സംസാരിച്ചത്. പക്ഷേ അതിന് അഭിരാം കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു. അതിൽ പറയുന്ന പല കാര്യങ്ങൾ ശരിയാണ്, പല കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. And ദീപാറാണി നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ്? I don't know what to call you, like he or him, I don't know. ഓക്കെ അഭിരാം. അപ്പൊ അഭിരാം എന്റെ പേര് വിളിച്ച് സംബോധന ചെയ്തപ്പോൾ ഞാൻ ഹീ ആണോ ഹിം ആണോ എന്ന് പുള്ളിക്കാരൻ അറിയില്ല. അപ്പൊ അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഹീം അല്ല ഹിമോ അല്ല, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഒരു 10 സെക്കൻഡിൽ നിങ്ങൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഹീസ് എ ഗേ ഓർ ഷീസ് എ ലെസ്ബിയൻ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? അത് ശരിയാണ്. ഒരിക്കലും നമുക്ക് ഒരാളെ 10 സെക്കൻഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. എപ്പിസോഡ് 1ഉം എപ്പിസോഡ് 2ഉം എപ്പിസോഡ് 3ഉം 3 എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ്, അഭിരാമിനെ വിലയിരുത്തിയതിന് ശേഷമാണ് അഭിരാമിനെ കുറിച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചത്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് എന്റെ ഇഷ്ടമല്ലേ. അത് വേറെ ഒരാള് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒന്നും പറയാത്ത കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോൾ അഗ്നിപരീക്ഷയിൽ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത, ഒരുമിച്ച് ഗെയിം കളിച്ച ഒരു വ്യക്തി നിങ്ങളുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ കൂടെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളത് റിജയാണ്. അപ്പം റിജയ്ക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കെതിരെ റിജ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ LGBTQ സപ്പോർട്ട് ആണെങ്കിലും എഗെയിൻസ്റ്റ് ആന്റി LGBTQ ആണെങ്കിലും അത് എന്റെ ചോയ്സസ് ആണ്. ഇഫ് യു ആർ സപ്പോർട്ടിങ് LGBTQ, ദാറ്റ്സ് ലൈക്ക് ഐ റെസ്പെക്ട് യു ഗൈസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റീസൺസ്. ഓക്കെ, ഇത് തന്നെയാണ് പറഞ്ഞത്. അഭിരാം 2 വള്ളത്തിലാണ് കാല് ചവിട്ടുന്നത്. അഭിരാം ചില സമയത്ത് പറഞ്ഞു ഞാൻ ആന്റി LGBTQ ആണ്, പിന്നെ പറയുന്നുണ്ട് ഞാൻ LGBTQ+ ആൾക്കാരോട് സപ്പോർട്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം സ്ഥിരതയില്ലാത്തത് അഭിരാമിനാണ്. ഞാൻ ഒരിക്കലും ഇഫ് ഐ ആം ആന്റി LGBTQ, എനിക്കും അതിൻ്റെതായി കണ്ടോ, ഇപ്പൊ പറയുന്നു ഐ ആം ആന്റി LGBTQ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ മനസ്സിലാവും. അവിടെ വന്നിട്ട് മുണ്ട് വെക്കുന്നു, സാരി വെക്കുന്നു, അടിക്കുന്നു, എന്നിട്ട് ക്യാഷ്. തീർച്ചയായിട്ടും അഭിരാം പറഞ്ഞ കാര്യത്തോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാനും ഇതിനു മുമ്പും എന്റെ അക്കൗണ്ട് ഒന്ന് അഭിരാം ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനും ഇതിനു മുമ്പ് അങ്ങനെയുള്ള ആൾക്കാരുടെ എതിരാണ്, അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അഭിരാം ഒരു കാര്യം മനസ്സിലാക്കാറുണ്ട്, ഇതൊന്നും കേരളത്തിലല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കേരളത്തിലുള്ള കമ്മ്യൂണിറ്റികളൊന്നും ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ പോയി മുണ്ടുപൊക്കാനോ, കൈയടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒന്നും പോകുന്നില്ല. അഭിരാമിന്റെ അഭിപ്രായത്തിൽ അഭിരാം ഒരു പുരുഷനാണ്. നമ്മുടെ നാട്ടിലെ പല പുരുഷന്മാരും ലഹരി ഉപയോഗിക്കുന്നു, കൊലപാതകങ്ങൾ ചെയ്യുന്നു, ബലാത്സംഗങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ പല പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ സ്ത്രീകളും ഇതുപോലെ തന്നെ ഉൾപ്പെടുന്നു എന്ന് വിചാരിച്ച് കേരളത്തിലെ അല്ലെ ലോകത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും എതിർത്തോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അഭിരാമിനുണ്ടായ അനുഭവത്തിലൂടെ, ട്രെയിനിൽ വെച്ചുണ്ടായ പല അനുഭവത്തിലൂടെയും അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികൾക്കുണ്ടായ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ട കുറച്ച് അനുഭവങ്ങളിലൂടെയുമാണ് ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നു അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അഭിരാം പറയുന്നത്. ഒരിക്കലുമില്ല. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒരിക്കലും മാറ്റാറില്ല. കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഒരു കാര്യം സംസാരിക്കുമ്പോൾ 10 പ്രാവശ്യം